Hello everyone, this is ANIL. Once again welcome back to Mr. and Mrs. Agam. നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന കാര്യം സ്പീക്കിംഗ് സ്കിൽ, അതും ഇംഗ്ലീഷിൽ സ്പീക്കിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള 5 ടെക്നിക്കുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അതോടൊപ്പം ഈ വീഡിയോ മൊത്തമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒരു എക്സ്ട്രാ 2 ടിപ്പുകൾ കൂടി തരുന്നുണ്ട്, ഒരു ബോണസ്. എന്നാൽ പിന്നെ അധികം സമയം കളയാതെ അതിലേക്ക് കിടക്കാം അല്ലേ. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് ആദ്യം പറയാനുള്ളത്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നും അല്ല എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് മലയാളം പോലെ തന്നെയുള്ള വെറുമൊരു സാധാ ഭാഷ തന്നെയാണ്. അല്ലാതെ അത് വലിയൊരു സംഭവമായിട്ടൊന്നും നിങ്ങൾ കണക്കാക്കേ വേണ്ട. നമ്മൾ മലയാളം എന്ന് പറയുന്ന ഭാഷ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നതും അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വലിയൊരു കടുകട്ടിയായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല. നമ്മളൊക്കെ മലയാളം എന്ന് പറയുന്ന ഭാഷ എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ ജനിച്ചു വീണപ്പോൾ തന്നെ അമ്മേ അച്ഛ എന്നൊന്നും വിളിച്ചുകൊണ്ടല്ല നമ്മൾ ജനിച്ചു വീണത് അല്ലേ. അത് നമ്മളുടെ മുതിർന്ന ആൾക്കാർ, നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ മലയാള ഭാഷ പഠിച്ചത്. നമ്മളാരെങ്കിലും മലയാളത്തിൻ്റെ ഗ്രാമറൊക്കെ പഠിച്ചിട്ടാണോ നമ്മൾ മലയാളം സംസാരിക്കുന്നത്? നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഗ്രാമർ പഠിച്ച ശേഷമാണോ ഈ മലയാളം സംസാരിച്ചത്? അല്ല, അതൊക്കെ താനേ അങ്ങ് പഠിക്കലാണ് അല്ലേ. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കുന്നതിന് മുമ്പ് ഈ ഗ്രാമർ റൂൾസൊക്കെ പഠിച്ചുകൊണ്ട് അത് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി എ പോസിബിൾ തിങ് അല്ലേ. അതങ്ങ് നടക്കാൻ പോകുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷ് വലിയൊരു സംഭവമല്ല. രണ്ടാമത്തത്, ഈ ഗ്രാമർ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഒരു മിസ്കോൺസെപ്റ്റ്, അതിനെ അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക. ഓക്കെ, ഇനി 5 ടിപ്പുകളിലേക്ക് വരാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, അതിനെ നമുക്കൊരു ടിപ്പായിട്ടൊന്നും കണക്കാക്കാൻ വേണ്ടി പറ്റില്ല, പക്ഷെ എന്നാലും പേടി എന്നുള്ളതാണ് ആദ്യത്തത്. പേടി എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയാണോ പേടി, അതോ നിങ്ങളുടെ സമൂഹത്തിനെയാണോ പേടി? ശരിക്കും ആലോചിച്ച് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയല്ല പേടിയുള്ളത്, പകരം നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയാണ്. കാരണം എന്താണെന്നറിയോ? നമ്മളുടെയൊക്കെ ഉള്ളിൽ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് പറയും, നമ്മൾ തെറ്റിയിട്ടാണോ അല്ലെങ്കിൽ തെറ്റിപ്പോവോ സംസാരിക്കുന്നതിനിടയിൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ജഡ്ജ്മെൻ്റലിനെ കുറിച്ച് ഓർത്തിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യല്ലോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ പേടി നമ്മളുടെ ഉള്ളിലുണ്ട്. മറ്റുള്ളവരാൽ ജഡ്ജ് ചെയ്യപ്പെടുന്ന പേടി എല്ലാ കാര്യങ്ങൾക്കും നമുക്കുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പേടി നമ്മളുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 10 ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിൽ 9 ആൾക്കാരും നിങ്ങൾ പറയുന്ന കാര്യത്തെയാണ് കേൾക്കുന്നത്. അതിൽ ഒരാൾ മാത്രമായിരിക്കും നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയും ആ ഭാഷയുടെ ശുദ്ധിയും ഒക്കെ അളക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾ. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പേടിയാണ്. നമ്മളെ ആരും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോ നമ്മളുടെ വീട്ടുകാരോ നമ്മളുടെ റിലേറ്റീവ്സോ ഒക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഓ ഇംഗ്ലീഷ് മാത്രം പറയുന്നൊരു ജാട എന്ന് ചിലപ്പോൾ വിളിച്ചേക്കാം. അവരുടെ നാക്കുകൊണ്ട് അവർ പറയുന്നു, അവരുടെ എനർജി അവർ വേസ്റ്റ് ചെയ്യുന്നു. നമുക്കതിലെന്താ ഛേദം? നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. അപ്പോൾ ആദ്യത്തെ കാര്യം ഇത് തന്നെയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, നമ്മളുടെ കൂട്ടുകാരെന്ത് പറയും എന്നുള്ള ആ ചിന്തയെ അങ്ങോട്ട് ഒഴിവാക്കി വെക്കുക. ഈ പറയുന്നവർ പറയട്ടെ, തൽക്കാലം ആ പേടി അങ്ങോട്ട് മാറ്റി നിർത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വൊക്കാബുലറി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. വൊക്കാബുലറി എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, കുറേ വാക്കുകൾ നമുക്കറിയണം. ഇപ്പം മലയാളത്തിലാണെങ്കിൽ പോലും നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം വേണമെന്ന് നമ്മൾക്ക് ആരോടെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ, എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്ന് പറയുന്നൊരു വാക്ക് നിങ്ങൾക്കറിയണം, വിശക്കുന്നു എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് അറിയണം. എന്നാൽ മാത്രമേ ആ സെൻറ്റൻസ് നിങ്ങൾക്ക് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങി തിന്നാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഓക്കെ ആക്ഷൻസൊക്കെ കാണിക്കാം അല്ലേ, നമ്മളുടെ സിഗ്നലുകളിലൂടെയൊക്കെ വേണമെങ്കിൽ ഭക്ഷണം വാങ്ങി കഴിക്കാം. ഇംഗ്ലീഷ് പഠിക്കുമ്പോഴും ഈ വൊക്കാബുലറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചിട്ട് നമുക്കൊരു ഡിക്ഷണറി എടുത്തിട്ട് മൊത്തം കാണാതെ പഠിച്ച് വെക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ മൊത്തം ഡിക്ഷണറി കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? ഒരിക്കലുമില്ല. ഇനി മറ്റൊരു കാര്യം, പലപ്പോഴും സോഷ്യൽ മീഡിയകളിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കയറി നോക്കുമ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാ ദിവസവും ഒരു 10 വാക്കുകളെങ്കിലും പഠിക്കുക എന്ന് പറയുന്ന പരിപാടി. അതൊന്നും നടക്കാൻ പോകുന്നില്ല.
കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഒരു ദിവസം നിങ്ങൾ 10 വാക്കുകൾ എഴുതി വെച്ച് അതിൻ്റെ അർത്ഥം പഠിച്ചു കഴിഞ്ഞാലും രാത്രി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് 1-2 വാക്കുകൾ മാത്രമായിരിക്കും. അതിൽ കൂടുതൽ വാക്കുകളൊന്നും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം അതിൻ്റെ ഇടയിൽ നമുക്ക് 100 കൂട്ടം പണികൾ വേറെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 10-15 വാക്കുകൾ പഠിക്കുന്ന പരിപാടിയൊന്നും വേണ്ട. പകരം ഒരു ദിവസം 1-2 വാക്കുകൾ അത് തന്നെ ധാരാളമാണ്. അങ്ങനെ 1-2 വാക്കുകളെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തൽക്കാലം സിമ്പിളായിട്ടുള്ള വാക്കുകൾ പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കിലൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ആർക്കാ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? ഇപ്പം ഞാനിവിടെ ക്ലാസ് എടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളിലൂടെയൊക്കെ ഞാനിത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. ഇപ്പം തന്നെ പലർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം ഞാൻ കടുകട്ടിയായിട്ടുള്ള വാക്കുകൾ കൂടി ഉപയോഗിച്ചാലോ? വളരെ കഷ്ടമായിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ വൊക്കാബുലറി ഉണ്ടാക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം സിമ്പിളായിട്ടുള്ള വാക്കുകൾ പഠിച്ചു വെച്ച് സിമ്പിൾ ഇംഗ്ലീഷിലൂടെ സംസാരിക്കുമ്പോൾ അത് കേൾവിക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒരു ഭാഷ പഠിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും എന്താണ്? നമ്മളെ കേൾക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാവണം അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്ത് കാര്യമുള്ളത്? ശരിയല്ലേ? അവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും പഠിക്കാൻ നിൽക്കണ്ട. പകരം വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക എന്ന് പറയുന്നതാണ്. നല്ല ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക. നല്ല ഇംഗ്ലീഷ് കേട്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാരുണ്ട് യൂട്യൂബിൽ കയറിയിട്ട് ധാരാളം വീഡിയോസ് കാണും, ഇംഗ്ലീഷ് സിനിമകൾ കാണും, ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കും, എന്നാലും ഇംഗ്ലീഷ് ഡെവലപ്പ് ആവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടാണിത്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നതും ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നതും പാട്ടുകൾ കേൾക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇംഗ്ലീഷിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ സബ് ടൈറ്റിൽ ഒന്ന് ഓണാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോഴും ആ സബ് ടൈറ്റിൽ ഓണാക്കി വെക്കുക. ഇനി പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് അതിൻ്റെ ലിറിക്സ് കൂടെ കയ്യിൽ കരുതുക. നമ്മളൊരു പാട്ട് കേൾക്കാൻ, ഒരു ഇംഗ്ലീഷിലൊരു സോങ് കേൾക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ആ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിൻ്റെ ലിറിക്സ് അടക്കമുള്ള ധാരാളം വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ സബ് ടൈറ്റിൽസ് ഓണാക്കി വെച്ചുകൊണ്ട് ലിറിക്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നല്ല ഇംഗ്ലീഷുകൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നല്ല ഇംഗ്ലീഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം BBC പോലുള്ള ചാനലുകളൊക്കെ പുറത്തു വിടുന്നത് നല്ല ഇംഗ്ലീഷ് തന്നെയാണ്. BBCയുടെ റേഡിയോ ചാനലുകളുണ്ട്. ആ BBCയുടെ റേഡിയോ ചാനലുകളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് നല്ല ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പം നേറ്റീവ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് UK-യിലും അതേപോലെ അമേരിക്കയിലും ഒക്കെ ഉള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേട്ട് പഠിക്കാൻ, അല്ലേ, നല്ല ഇംഗ്ലീഷ് കേട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കേൾവിയിലൂടെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇമിറ്റേഷനാണ്. എന്താ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു വീഡിയോ കാണുമ്പോൾ, നമ്മളൊരു സിനിമ കാണുമ്പോൾ, നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അനുകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിലെ നായകൻ പറയുന്ന ഡയലോഗ് അയാൾ പറയുന്നത് പോലെ ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. ആ സിനിമ ഒന്ന് പോസ് ചെയ്ത് വെച്ച ശേഷം അയാൾ പറഞ്ഞ ആ ഡയലോഗ് അയാളെ പോലെ തന്നെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിനുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണെന്നറിയോ? നമ്മളുടെ നാവ് നല്ല രീതിയിൽ, നമ്മളുടെ ടങ്ങില്ലേ, അത് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് വഴങ്ങിക്കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഗുണം. പലപ്പോഴും ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് പല വാക്കുകളുടെയും ഉച്ചാരണങ്ങൾ തെറ്റിപ്പോകാറുണ്ട് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ പഠിച്ചു വരുന്ന രീതി, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ബേസിക്സിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ഉച്ചരിക്കാൻ വേണ്ടി, പ്രിനൗൺസ് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. അപ്പോൾ നിങ്ങൾ സിനിമകൾ കാണുമ്പോൾ, പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ അതൊന്ന് പോസ് ചെയ്ത് വെച്ച് ആ പാട്ടിനോടൊപ്പം നിങ്ങളും ഒന്ന് പാടാൻ ശ്രമിക്കുക. ആ വീഡിയോയ്ക്കൊപ്പം നിങ്ങളും ഒന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് അവർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിനൗൺസിയേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉച്ചാരണം എന്ന് പറയുന്നത് ബെറ്ററാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അഞ്ചാമത്തെ ടിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു പ്രാന്തൻ പരിപാടിയല്ലേ എന്ന്. സത്യത്തിൽ അതൊക്കെ തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കാം. ഈ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടോക്ക് ടു യുവർ സെൽഫ് എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. നല്ല പരിപാടിയാണല്ലേ ഇത്. നമ്മളെങ്ങനെ നമ്മളെ മുറിയിലിരുന്നിട്ട് കണ്ണാടിയൊക്കെ നോക്കി നമ്മളോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലുള്ള ആരെങ്കിലും കണ്ടു വന്നിട്ട് പറയും, അയ്യോ കുട്ടി പഠിച്ചു വട്ടായി പോയി എന്ന് പറയും, അല്ലേ?
പക്ഷേ അങ്ങനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് തന്നെ സംസാരിക്കുക. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എടുത്തിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കുക. അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുമ്പോൾ സ്വയം ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായി വരും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് സംസാരിക്കാം. ഇനി മറ്റൊരു വഴിയുണ്ട്. നമ്മളുടെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? ആ മൊബൈൽ ഫോൺസിൽ നമ്മൾ തന്നെ അധികം ഉപയോഗിക്കാത്ത ഗൂഗിൾ അസിസ്റ്റൻറ്റും സിരിയും ഒക്കെ അങ്ങനെ വെറുതെ കിടക്കുകയാണ്. പൈസ കൊടുത്ത് വാങ്ങിയ സാധനമല്ലേ, ഉപയോഗിക്കണ്ടേ? തൽക്കാലം ആ ഗൂഗിൾ അസിസ്റ്റൻറ്റിൽ പിടിച്ചിട്ടൊരു ഞെക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് പറയാം. തീർച്ചയായിട്ടും മറുപടി മൂപ്പര് പറഞ്ഞു തരും. അപ്പോൾ മൂപ്പര് പറയുന്ന ഇംഗ്ലീഷും കൂടി കേട്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളോട് തന്നെ സംസാരിക്കുക എന്ന് പറയുന്നതാണ്. എല്ലാവരും ഇന്ന് മുതൽ ചെയ്തു തുടങ്ങുമല്ലോ അല്ലേ? ഓക്കെ, ഇനി ബോണസ് ടിപ്പാണ്. ബോണസ് ടിപ്പ് എന്ന് പറയുമ്പോൾ 1ാമത്തെ ബോണസ് ടിപ്പ് ഇതാണ്. എല്ലാ ദിവസവും ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡയറി എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്പീക്കിങ്ങുമായിട്ട് ഇതിനെന്താ ബന്ധം എന്നല്ലേ? ഈ ഡയറി എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ വേണ്ടി പഠിക്കും. അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതിലൂടെ നമ്മൾ അറിയാതെ എഴുതി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമ്മളുടെ തലച്ചോറിൽ കയറി നമ്മളുടെ വായിലൂടെ പുറത്തേക്കും വരാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ ദിവസവും ഒരു ജേണൽ അല്ലെങ്കിൽ ഒരു ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പഠനത്തിനെ വളരെയേറെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഇനി 2ാമത്തെ ബോണസ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, വാട്സപ്പ് ഉപയോഗിക്കുന്നു, മെസ്സഞ്ചർ ഉപയോഗിക്കുന്നു എല്ലാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലാംഗ്വേജ് അങ്ങോട്ട് മാറ്റുക. നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ആ ഒരു ചാറ്റിംഗ് പ്രോസസ്സിൽ ഈ പറയുന്ന ഇംഗ്ലീഷിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറയാം, നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയാലോ, നമുക്ക് ഇംഗ്ലീഷിൽ മാത്രം ചാറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടുകാരെ കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി നിങ്ങളുടെ ആ ഒരു വാട്സപ്പ് ചാറ്റുകളൊക്കെ ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഈ ഇംഗ്ലീഷുമായിട്ട് ഇടപഴകാൻ വേണ്ടി തുടങ്ങും. ചിലപ്പോൾ നമ്മളൊക്കെ ബ്രോക്കൺ ആയിട്ടുള്ള അല്ലേ, അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കംപ്ലീറ്റ് അല്ലാത്ത സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ചാറ്റ് ചെയ്യുക. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഇംഗ്ലീഷുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് നിങ്ങളെ വളരെയേറെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, സ്പെഷ്യലി സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ വർക്കൗട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഈ സാധനങ്ങളൊക്കെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. വെറുതെ ഈ ടിപ്പുകളൊക്കെ അറിഞ്ഞിരുന്നുകൊണ്ട് കാര്യമില്ല അല്ലേ? പേടി ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് മുതൽ പേടി ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പേടി ഒഴിവാക്കിയിട്ട് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ള ധൈര്യവും കൂടി ഉണ്ടാക്കണം. ഡെയിലി ആരോടെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം. വെറുതെ ചുമ്മാ സ്വയമെങ്കിലും സംസാരിക്കണം. അതേപോലെ തന്നെ കുറേ വാക്കുകൾ പഠിച്ചു, സിമ്പിൾ ഇംഗ്ലീഷൊക്കെ പഠിച്ചു. ഈ സിമ്പിൾ ഇംഗ്ലീഷ് വെറുതെ കാണാതെ പഠിച്ചു മനസ്സിൽ വെച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. പകരം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കുക. കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത് ആ വാക്കുകളൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. വാട്സപ്പ് ചാറ്റുകളിലൂടെയൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഒരു ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് ദിസ് ഈസ് ANIL സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.